എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് ആരാണെന്നതിനെ കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ യൂണിക്കോൺ കുതിര ഫയലായി തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. ആ വ്യക്തി നിങ്ങൾക്ക് ആരാണ്? നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. എങ്ങനെ നിങ്ങൾ ആ വ്യക്തിയുമായി ഒരു ബന്ധത്തിലായി, അല്ലെങ്കിൽ ഏത് അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നത്? നിങ്ങളോട് തന്നെ ചിലപ്പോൾ ചോദിക്കും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഒരാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ വ്യക്തി ആരാണ്? യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് ആ വ്യക്തി ആരാണ്? ആ ഒരു ചോദ്യം ആ വ്യക്തിയുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അതിനുത്തരം പലപ്പോഴും ലഭിച്ചിട്ടുണ്ടായില്ല. നിങ്ങളുടെ ആരാണ് ആ വ്യക്തി? നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കോംപ്രമൈസുകൾ നിങ്ങളോട് ചെയ്യുന്ന, നിങ്ങളോട് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളാണ് ആ വ്യക്തി. നിങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട വസ്തുക്കൾ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾക്ക് സമ്മാനിച്ചു. നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെ പലപ്പോഴും മാറ്റിമറിച്ചു. നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾ സ്വയം മാറ്റി ചിന്തിപ്പിച്ചു. എല്ലാം ആ വ്യക്തി പണ്ട് ആരായിരുന്നുവോ അത് മാറ്റിമറിച്ച ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ വ്യക്തിയുടെ പോകേണ്ട വഴികൾ, പോകേണ്ട ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ, ആശകൾ, അഭിലാഷങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിമറിച്ചൊരു വ്യക്തി. എപ്പോഴും നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ടും നിങ്ങളെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടും ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തി. ഒന്നിലും മനസ്സ് ഉടക്കിയില്ല നിങ്ങളിലല്ലാതെ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസൃതമായി പ്രവർത്തിച്ചു. നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചു. നിങ്ങളെ സ്വന്തമാക്കുക, നിങ്ങൾക്കൊപ്പം നിൽക്കുക, നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുക, നിങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുക. അങ്ങനെ നിങ്ങളിഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു വ്യക്തി. എപ്പോഴും നിങ്ങൾക്ക് സഹായമായി കൈനീട്ടി നിങ്ങൾക്കൊപ്പം വന്നു. നിങ്ങൾക്കെപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സഹായഹസ്തവുമായി എന്നും ആ വ്യക്തി ഉണ്ടാകുമായിരുന്നു. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് ദേഷ്യം വന്നാലും, എന്ത് സഹായം വേണമെങ്കിലും, എന്ത് സംശയം വന്നാലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഒരാളായിട്ട് ആ വ്യക്തി എന്നെന്നും നിലകൊണ്ടു. ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ആ ചിന്ത ഉണ്ടായിരുന്നു, നിങ്ങളേറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ള ചിന്ത, നിങ്ങളെക്കാൾ വലുത് ആരുമില്ലെന്നുള്ള ചിന്ത. എപ്പോഴും എന്നും നിങ്ങൾക്കൊപ്പം ജീവിച്ച, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ടൊരു വ്യക്തി. ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങളുമായി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇഷ്ടശക്തികളോട് പ്രാർത്ഥിച്ചൊരു വ്യക്തി. അത്രത്തോളം ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത്, ഇലക്കണ്ടം തുളുമ്പാതെ എന്നൊക്കെ പറയുന്ന പോലെ അല്പം പോലും അണുവിട പോലും വ്യതിചലിക്കാതെ നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിന്ന് മൊത്തത്തിൽ ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ജീവിതത്തിൽ അതുവരെ കാണാത്ത പലതിനെയും കണ്ടു. ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞു ആ വ്യക്തിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്. എല്ലാത്തരം പ്രതിസന്ധികളെയും ആ വ്യക്തിയിലൂടെ നിങ്ങൾ തരണം ചെയ്തു. അങ്ങനെ നിങ്ങൾക്കെല്ലാമായൊരു വ്യക്തി, നിങ്ങളുടെ പരിപൂർണ സംരക്ഷകനും സംരക്ഷകയുമായൊരു വ്യക്തി. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ നിങ്ങളെ പഠിപ്പിച്ചത്, സ്വപ്നം കണ്ട സ്വപ്നങ്ങളെ ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാനും നിങ്ങൾക്ക് യാത്ര ചെയ്യാനും ഒക്കെ ആയിട്ട് ആ വ്യക്തി വേണമായിരുന്നു. ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് എല്ലാമാണ്, എല്ലാം. അടുത്തതായിട്ട് പൂമ്പാറ്റ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് പറയുന്നത്. മനസ്സ് ഒരിടത്തും ഉറക്കാതെ നിന്നൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ. നിങ്ങളൊരു സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ മനസ്സ് ഒരിക്കൽ പോലും ഒരിടത്ത് ഉറക്കുന്നില്ല. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ നിങ്ങളെ സ്നേഹിച്ച, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിച്ചൊരു വ്യക്തി ഇരുട്ടിൻ്റെ ഇടയിൽ ശൂന്യമാക്കപ്പെട്ടൊരവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ചു,
എൻ്റെ ആരാണ് ആ വ്യക്തി, എന്ത് ബന്ധമാണ് ഞാനും ആ വ്യക്തിയും തമ്മിലുള്ളത്, എന്ത് ബന്ധമാണ് എനിക്ക് ആ വ്യക്തിയോട് പറയാനുള്ളത്. യാദൃശ്ചികമായി യാത്രയിലെവിടെയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യാത്രയിലെവിടെയോ കണ്ടുമുട്ടിയൊരു വ്യക്തി, ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം, ആ വ്യക്തി നിങ്ങളെ എങ്ങനെ കാണുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. മനസ്സ് നിറയെ നിങ്ങളെ വലിയ പ്രതീക്ഷയോടെ കാണുന്നതാണ്. നിങ്ങളെ കംപ്ലീറ്റ് വിശ്വസിക്കാമെന്ന് കരുതിയാണ് ആ വ്യക്തി. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും 100% ആ വ്യക്തിയെ വിശ്വസിക്കാം. ആ വ്യക്തിയോടൊപ്പമുള്ള സാഹചര്യങ്ങൾ ഏറ്റവും സേഫായിരിക്കും. ആ വ്യക്തിയോട് ഒപ്പമുള്ള ഒരു സോളിഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. വലിയ തരത്തിലുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയൊരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുന്നു. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി ഇല്ലെങ്കിൽ മുഴുവൻ ഇരുട്ടാണ്, പിന്നെ ആരും സഹായിക്കാനില്ല. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ആത്മവിശ്വാസത്തോടെ പൊരുതുന്നതും ആ വ്യക്തിയുടെ ശക്തിയിലാണ്. ഏത് വെല്ലുവിളിയെയും ഇടാനും ഏത് വെല്ലുവിളിയെയും മറികടക്കാനും നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചൈതന്യം നിങ്ങൾക്കെപ്പോഴും ലഭിക്കുന്നു. ആ വ്യക്തിയോടൊപ്പമുള്ള ദിനങ്ങൾ അത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയോടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തിക്ക് ഇങ്ങനെ തന്നെ പല കാര്യങ്ങളും മാറിയും മറിഞ്ഞും പോയിപ്പോൾ നിങ്ങൾക്ക് കുറേ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഉള്ളത് വിലപ്പെട്ടതാക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തെത്തുമ്പോൾ മാനസികമായും ഒക്കെയുള്ള ആരോഗ്യവും സംതൃപ്തിയൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉയരുന്നതായിട്ട് കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ആ വ്യക്തിയോടൊപ്പം ചേർന്ന് നിങ്ങൾക്കുണ്ടാവും. ജീവിതത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. നഷ്ടങ്ങളെ ഓർത്ത് നിങ്ങളെപ്പോഴും ദുഃഖിക്കാറുണ്ട്. കഴിഞ്ഞുപോയ കാലത്തിലുണ്ടായ നഷ്ടങ്ങൾ, ഒരുപാട് പേര് നിങ്ങൾ ഉപദ്രവിച്ചതിൻ്റെ വേദനകൾ, ധനപരമായും മറ്റും കരിയർപരമായിട്ടുണ്ടായ നഷ്ടങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട്, വരാൻ പോകുന്നതുകൊണ്ട്, വന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനെയും തിരിച്ചു പിടിക്കാനുള്ള ശക്തി ലഭിക്കും. തീർച്ചയായിട്ടും അത് നേടി മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാവും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ വല്ലാത്തൊരു സൗഭാഗ്യം ഉണ്ടാകുകയും ജീവിതത്തിൽ വല്ലാത്ത ഒരു നേട്ടം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും നിങ്ങൾക്കതുമൂലം സാധിക്കും. ആ വ്യക്തി നിങ്ങളുടെ ആരാണെന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തി നിങ്ങളുടെ എല്ലാമാണ്. ആ വ്യക്തി ഇല്ലാതിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആകുമായിരുന്നില്ല. ഓരോ നിമിഷവും ആ വ്യക്തി തന്ന പിന്തുണ വലുതാണ്. ആ വ്യക്തി കുറേ ദുഃഖങ്ങളും നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കുറേ വേദനകളും സമ്മാനിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നിങ്ങൾക്ക് ചില വേദനകൾ ഉണ്ടായിട്ടുണ്ട്. ആ വേദനകൾ പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ മറക്കുകയാണ്. ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങളതെല്ലാം മറക്കുകയാണ്. ആരോടും ഒരു പരിഭവമായി പറയാൻ പോലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ വ്യക്തി നിങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. നൽകിയ വേദനകളുടെ മുറിവുകൾ നിങ്ങൾ സ്വയം മറക്കുന്നുണ്ട്, സ്വയം അത് തൃപ്തിപ്പെടുന്നുണ്ട്, പൊരുത്തപ്പെടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.